കുഞ്ഞുങ്ങൾക്ക് അസുഖമായിട്ട് ഒ പിയിൽ വരുമ്പോൾ ആ അസുഖം ഉണ്ടായതിന് കാരണം അല്ലെങ്കിൽ കുഞ്ഞ് വീണതിന് കാരണം അമ്മയുടെ ശ്രദ്ധക്കുറവാണെന്ന് പറയുന്ന ഒരുപാട് ബൈസ്റ്റാൻഡേഴ്സിനെ ഞാൻ ഒ പിയിൽ കാണാറുണ്ട്. നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന അമ്മയോട് എനിക്ക് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ നിൽക്കുന്ന അമ്മയെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം ഈ പറയുന്ന ആളുകളെ നന്നാക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. ഇങ്ങനെയുള്ള ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോരാളികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജന്മമെടുത്ത് ഏകദേശം ഒരു 2 വയസ്സ് വരെ ആ അമ്മ എടുക്കുന്ന ത്യാഗം ആരും കാണുന്നുമില്ല. അതിനെ പോസിറ്റീവായിട്ട് അമ്മയ്ക്കൊരു അപ്രിസിയേഷൻ പോലും കൊടുക്കാത്ത ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഒരമ്മ ശരിക്കും പറഞ്ഞാൽ ഒന്ന് നേരെ ചൊവ്വേ ഉറങ്ങുന്നത് തന്നെ എപ്പോഴാണ്? അല്ലെങ്കിൽ ആ അമ്മയുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കും ആ അമ്മ കുഞ്ഞുങ്ങൾക്ക്, അതായത് ഒത്തിരി കുഞ്ഞുങ്ങളുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുന്നത്. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് തന്നെ ചിലപ്പോൾ കാലങ്ങളായിട്ടുണ്ടാവും. എല്ലാം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന ആ അമ്മ സ്വന്തം ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, ഹോബീസ്, അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു മീ ടൈം പോലും ഇല്ലാതെ അലയുകയായിരിക്കും. നമ്മുടെ ഇടയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ എല്ലാവരും സ്വയം ഒരിച്ചിരി സമയമെടുത്ത് ചിന്തിക്കുക. എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള പാർട്ട്നേഴ്സിനെ കിട്ടണമെന്നുമില്ല. പക്ഷേ നമുക്ക് നമ്മുടേതായ സന്തോഷം കണ്ടെത്താനായിട്ടുള്ള ഒരു വഴി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, സന്തോഷം നൽകുന്ന കാര്യങ്ങൾ, അതൊരു പാട്ട് കേൾക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്നതായിരിക്കാം. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മളെ കുറ്റം പറയുന്ന ആളുകളെ നന്നാക്കാനോ അല്ലെങ്കിൽ അവരുടെ വായെടുപ്പിക്കാനോ നോക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും അത് കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമുക്ക് ഒരുപാട് ആളുകൾ നമ്മളെ കേൾക്കണമെന്നൊന്നുമില്ല. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനുണ്ടായാൽ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ഉണ്ടായാൽ തന്നെ നമ്മുടെ ജീവിതം സന്തോഷമാകും. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണറോട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്താലേ ശരിയാകുള്ളൂ, ഞാനല്ലാതെ വേറൊരാളും ഒരു കാര്യം ചെയ്താൽ ശരിയാവില്ല എന്ന് അങ്ങനത്തെ ചിന്തകൾ മാറ്റിവെക്കുക. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്നതാണെങ്കിൽ പോലും നമുക്ക് തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം കണ്ടെത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഒരു അമ്മയെപ്പോലെ വലിയൊരു പോരാളി ആരും ഉണ്ടാവില്ല. പക്ഷേ ആ അമ്മ എന്ന് പറയുന്ന ആൾക്കും ഒരു മനസ്സിന് സന്തോഷം വേണം. ഒരുപാട് പോരാളികളെ കാണുന്നത് കൊണ്ടാവാം എനിക്ക് ഇങ്ങനെ എല്ലാ അമ്മമാരോടും ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. Try to find time for yourself. Do things which make you happy. Please don't try to make others happy by sacrificing your happiness. Thank you.